100 ലോഡർ പ്രൈസ് ഒരു ദിവസം ആലോചിച്ച് നോക്കിയാ. അപ്പൊ അതിന്റെ റേഞ്ച് ഇവിടെ ഇത്ര ഐറ്റംസ് കൂടുന്ന വെച്ചാൽ നമ്മൾ ഇവിടുന്ന് തുടങ്ങണേ. അതാണ് ഇവിടുത്തെ റാപ്പ്. അപ്പോൾ സാധനം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇവനാണ് ഇത് ഉണ്ടാക്കി തന്നത്. ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റോള് നമുക്കൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫില്ലിങ്, അതിൻ്റെ ടേസ്റ്റ്, അതുപോലെ തന്നെ അവരുടെ ബർഗറും അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ ലോഡർ ഫ്രൈസ്, അത് ഞാൻ പറയുന്നില്ല, കഴിച്ചവർ തന്നെ പറയട്ടെ. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് എന്തായാലും ഞാൻ തന്നെ ആദ്യം പറയാം. പിള്ളേരൊക്കെ നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ സ്നേഹം പങ്കുവെക്കലൊക്കെ കണ്ടപ്പോൾ നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈ ഫ്രൈഡ് ഓണർ. ഒരാളും കൂടി ഉണ്ട്, ഒരു പാർട്ണറും കൂടി ഉണ്ട്. ആൾക്കാരെന്താ ഫായിസ്. ഒരു കാര്യം ചെയ്യട്ടെ, ഇവിടെ മെയിൻ ആയിട്ട് പോണത് എന്താ? ലോഡർ ഫ്രൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോഡർ ഫ്രൈസ് ഒരിട്ടെങ്കിലും ഇവിടെ വന്ന് കഴിക്കണം കേട്ടോ. എത്ര എണ്ണം പോകും? വീക്കെൻഡ് സാറ്റർഡേ സൺഡേ 100 പോകും. നമ്മൾ കഴിച്ചിറങ്ങിയപ്പോ നമുക്ക് ഇവിടുത്തെ സ്ഥിരം ഒരു കസ്റ്റമർ കിട്ടിയിട്ടുണ്ട്. എന്താ പേര് ബ്രോ? ആനന്ദ്. ആനന്ദ് പറഞ്ഞു ഒരു 100 വട്ടെങ്കിലും വന്നിട്ടോന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അതായത് സ്റ്റാർട്ടിംഗ് തൊട്ട് ഞാൻ ഇവിടെ വരുന്നതാണ്. റാപ്പും ലോഡർ ഫ്രൈസ് ഒക്കെ നമ്മൾ സ്ഥിരം പാർസലായാലും നോർമലി ഞാൻ വന്ന് കഴിക്കുന്നതും ഒക്കെ ഇവിടെ. ഞാനും മെയിൻ ആയിട്ട് പറഞ്ഞ റാപ്പിനെ കുറിച്ചിട്ടാണ്. റാപ്പ് ഒരു ഫില്ലിംഗ് ഒരു രക്ഷയില്ല, കാരണം ആ പ്രൈസിന് വേർത്താണ്. ലൊക്കേഷൻ വരുന്നത് കുന്നംകുളത്ത് ക്യൂൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ഹൈ ഫ്രൈ.